ചില അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, കാരുണ്യമാതാവിന്റെ സന്യാസിനി സമൂഹത്തിന് ഇന്ന് സന്തോഷത്തിന്റെ സുദിനമാണ്. എന്തെന്നാൽ അനന്തകരുണാമയനായ ദൈവം പ്രത്യേകമായ അനുഗ്രഹത്താൽ ഇന്ന് ഞങ്ങളുടെ സഭയെ സമ്പന്നമാക്കിയിരിക്കുന്നു. 1865 ഫ്രാൻസിലെ നാൻസി എന്ന സ്ഥലത്ത് മദർ തെരേസ ഓഫ് ജീസസ് ബാങ്ക് എന്ന സന്യാസിനിയാൽ സ്ഥാപിതമായതാണ് ഞങ്ങളുടെ സന്യാസിനി സമൂഹം. ഞങ്ങളുടെ സ്ഥാപകയ്ക്ക് പരിശുദ്ധ മാതാവിനോടുണ്ടായിരുന്ന അനിതര സാധാരണമായ ഭക്തിയും സിദ്ധിയും ഉൾക്കൊണ്ട് മാനുഷിക ക്രിസ്തീയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ നവീന വിദ്യാഭ്യാസ രീതിയിലൂടെ നമ്മുടെ യുവതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മറിയത്തോടൊപ്പം മറിയത്തിലൂടെ ദൈവവംശത്തിനായി സേവനം ചെയ്യുന്ന ഞങ്ങൾക്ക് ഈ പുണ്യദിനത്തിൽ ആ സന്തോഷത്തിന് മാറ്റുകൂട്ടുകയാണ്. ഇന്ന് പ്രഥമ വാഗ്ദാനം നടത്തുന്ന ഈ 8 സഹോദരിമാർ, ഈ കൊച്ചു സഹോദരിമാരെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തട്ടെ. പോണ്ടിച്ചേരി രൂപതയിലെ കല്ലംകുറിച്ചി മിനറസി അനാലയം ഇടവകാംഗമായ ലൂക്കോസിന്റെയും മിനറസിയുടെയും മകളായ സിസ്റ്റർ ബ്രിജിറ്റ്, ധർമ്മപുരി രൂപതയിലെ ചെല്ലിയംപെട്ടി ഇൻഫന്റ് ജീസസ് ഇടവകാംഗമായ ലൂർദ്നാഥന്റെയും സ്റ്റെല്ല മേരിയുടെയും മകളായ സിസ്റ്റർ മരിയ നാൻസി, ബംഗളൂരു രൂപതയിലെ ആദികുണ്ടൻഹള്ളി സെന്റ് ജോസഫ് ചർച്ച് ഇടവകാംഗമായ ആരോഗ്യസ്വാമിയുടെയും റോസ്മേരിയുടെയും മകളായ സിസ്റ്റർ മേഘ, ബംഗളൂരു രൂപതയിലെ മരിയപുരം കർമ്മലമാത ഇടവകാംഗമായ ജ്ഞാനപ്രകാശിന്റെയും സലത്മേരിയുടെയും മകളായ സിസ്റ്റർ പ്രിയദർശിനി, വരാപ്പുഴ രൂപതയിലെ തൃപ്പുണിത്തുറ ഏലൂർ സെന്റ് ജോർജ് ഇടവകാംഗമായ ആന്റണിയുടെയും ഷീനയുടെയും മകളായ സിസ്റ്റർ നിമി ആന്റണി, ബംഗളൂരു രൂപതയിലെ ബേഗൂർ സെന്റ് ഇഗ്നേഷ്യസ് ലയോള ഇടവകാംഗമായ ബാലരാജിന്റെയും രത്നമേരിയുടെയും മകളായ സിസ്റ്റർ സവിത, ബംഗളൂരു രൂപതയിലെ ബേഗൂർ സെന്റ് ഇഗ്നേഷ്യസ് ലയോള ഇടവകാംഗമായ ബാലരാജിന്റെയും രത്നമേരിയുടെയും മകളായ സിസ്റ്റർ സഹന, കടപ്പ രൂപതയിലെ സെന്റ് മേരീസ് കത്തീഡ്രൽ മരിയപുരം ഇടവകാംഗമായ ആനന്ദറാമുവിന്റെയും പ്രേമമായുടെയും മകളായ സിസ്റ്റർ മൃദുല ചന്ദന. ഈ തിരുബലിയിലെ സജീവ ഭാഗഭാഗിത്വം വഴി സഹോദരിമാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യാം. ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ ഉദ്ഘോഷിക്കുവാനായി ആനന്ദത്തോടെ ദൈവത്തിന് മുൻപിൽ അണയുന്ന ഇവരെ എതിരേൽക്കുവാനും ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രം അർപ്പിക്കുന്നതിനായി നമുക്ക് പ്രവേശന ഗാനം ആലപിക്കാം.
പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടി. ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട കൊമേഴ്ഷ്യൽ സൂപ്പറിയറി സിസ്റ്റേഴ്സ് എന്ന് ഇവിടെ ഫസ്റ്റ് പ്രൊഫഷൻ നടത്തുന്ന, പ്രഥമ വർദ്ധ നടത്തുന്ന സഹോദരിമാരായ രജിത, മരിയ, നാൻസി, മേഘ, പ്രിയദർശിനി, നിമ്മി, ആന്റണി, സവിത, സഹന, അക്കരന, ചന്ദ്രന, മക്കളെ കൃത്യമായിട്ട് ദൈവത്തിന് സമർപ്പിച്ച് ഈ ദൈവപേരിൽ നാം പ്രാർത്ഥിക്കുകയാണ്. ദൈവം നൽകുന്ന ദൈവപേരിൽ ഉൾക്കൊണ്ട് ഈ 8 പേര് ഈ സഭയിൽ അംഗങ്ങളായി പ്രതിജ്ഞയെടുക്കുന്നു. നിങ്ങളെ ദൈവം വിളിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വഴി കണ്ടെത്തുവാൻ സാധിച്ചത്. അവിടുത്തോടു കൂടെ ആയിരുന്നുകൊണ്ട്, അവിടുത്തെ ശിക്ഷകളായി തീർന്നുകൊണ്ട്, ഈശോയുടെ കൂടെ എങ്ങനെ പ്രകാരം വിശുദ്ധ സ്ത്രീകൾ വസിച്ചു അതുപോലെ വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആചരണകൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങളെ സഭ ആദരിക്കുകയും ബഹുമാനിക്കുകയുമാണ് ഈ വിശുദ്ധ കുർബാന നിങ്ങൾക്കായി അർപ്പിച്ചുകൊണ്ട്. വിശുദ്ധ കുർബാന അർപ്പണം കർത്താവിൻ്റെ പിടാസനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉദ്ധാരണത്തിൻ്റെയും പേരിലാണ്. അത് നമ്മുടെ ജീവിതവുമാണ്. അതിൽ നിന്നാണ് നമ്മൾ പങ്കുപറ്റുന്നത്. കർത്താവിൻ്റെ കാരുണ്യവും ദയയും നന്മയും സ്നേഹവും എല്ലാം നമുക്ക് ലഭിക്കുന്നത് അതിൽ നിന്നാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ കൈവശം ആദ്യ ശുശ്രൂഷയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഉൾക്കൊള്ളുമ്പോൾ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഇറാഖ് സന്ദർശനത്തിലൂടെയുള്ള അവരോടുള്ള സന്ദേശം ശ്രദ്ധേയമാണ്. മുറിവുകളിൽ തൈലം പൂശി സുഖപ്പെടുത്തുന്ന ഒരനുഭവം മാർപ്പാപ്പ അവിടുത്തെ ജനങ്ങൾക്ക് നൽകി എന്നാണ് വാർത്താ ഏജൻസികൾ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുറിവടക്കം എന്ന് പറഞ്ഞാൽ നമ്മളെ ഏൽപ്പിക്കുന്നവർ, നമ്മുടെ മുമ്പിൽ വരുന്നവർ, അവരെ യേശുവായി കണ്ട് അവരെ സുഖപ്പെടുത്തുക. നമ്മുടെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, അനുകമ്പയിലൂടെ, ദയയിലൂടെ, ആർദ്രമായ ഒരു ഹൃദയത്തിലൂടെ എല്ലാം നമ്മൾ കാണുക. അതിലൂടെ ഈശോയുടെ സുവിശേഷ വാഹകരാവുക, ഈശോയുടെ ശിക്ഷകളാവുക. ദൈവത്തിൻ്റെ ആത്മാവും പരിശുദ്ധാത്മാവും കൃത്യമായ വിധത്തിൽ ഈ പരിശുദ്ധ കുർബാനയിലൂടെ നിങ്ങളിലേക്ക് വരുമ്പോൾ ആ പരിശുദ്ധാത്മാവ് ഈ ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ കർത്താവിൻ്റെ കാരുണ്യത്തിൽ നിറയ്ക്കുകയും നമ്മുടെ ശുശ്രൂഷ ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ അദ്ദേഹം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു കാലത്ത് നിങ്ങളിങ്ങനെയുള്ള ഒരു നല്ല തിരഞ്ഞെടുപ്പ് നടത്തിയത് ധീരശാലികളായി സഭയുടെ പ്രവർത്തനത്തിൽ പങ്കുകൊള്ളാമെന്ന് പ്രതിജ്ഞയെടുക്കുന്നത് ഞങ്ങളെല്ലാവരും അഭിനന്ദിക്കുകയും ആശംസകൾ നേരുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ബലിക്ക് നമുക്കറിയാം, അതിനുവേണ്ടി നമ്മുടെ പാപങ്ങളെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റുപറയാം.
സഹോദരരെ, ദിവരസ്യം കൊണ്ടാണ് നാം യോഗ്യരാകേണ്ടത് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഇത് പറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വീഴ്ചയാലും ഞാൻ വളരെ പാപങ്ങൾ ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ എൻ്റെ ഇടയായ വിശുദ്ധവൈദ്യരോടും എല്ലാ മലയാളത്തോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ കൊടുത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. What?
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ക്രിസ്തുവിനെ കൂടുതൽ അടുത്ത് പിന്തുടരുന്നതിനുള്ള തീരുമാനത്തിന് അങ്ങ് പ്രേരണ നൽകിയ ഞങ്ങളെ സഹോദരർക്ക് സഹോദരിമാർക്ക് അവർ ആരംഭിച്ചിരിക്കുന്ന പ്രയാണത്തിൽ ആനന്ദകരമായ പര്യവസാനം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേക്ക് സമ്പൂർണ്ണ ശുശ്രൂഷയുടെ ദാനമർപ്പിക്കാൻ അവർ അർഹരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവ് ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ജലകർത്താവുമായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. A reading from the Acts of the Apostles. Stephen said to the people and leaders and scribes, "You stiff-necked people, you uncircumcised in hearts and ears. You are always opposing the Holy Spirit, just as your fathers did before you. Was there ever any prophet whom your father did not persecute? In their day they put to death those who foretold the coming of the Just One. Now, you in your turn have become his betrayers and murderers. You who received the law through the ministry of angels have not observed it. Those who listened to his words were stung to the earth. They ground their teeth in the anger at him." Stephen, meanwhile, filled with the Holy Spirit, looked to the sky above and saw the glory of God, and Jesus standing at God's right hand. He looked, he exclaimed, "I see an opening in the sky, and the Son of the Man standing at God's right hand." The onlookers were shouting aloud, holding their hands over their ears. They did so. Then they rushed at him as one man, dragged him out of the city, and began to stone him. The witnesses, meanwhile, were filling their cloaks at the feet of a young man named Saul. As Stephen was being stoned, he could be heard praying, "Lord Jesus, receive my spirit." He fell to his knees and cried out in a loud voice, "Lord, do not hold this sin against them." And with that he died. Saul for his part conquered in the act of the killing. The word of the Lord. Thanks be to God.
The Lord be with you. And with your spirit. A reading from the Holy Gospel according to Saint John. Glory to you, O Lord. The crowd said to Jesus, "What sign are you going to perform for us to see, so that we can put faith in you? What is the work you do? Our ancestors had manna to eat in the desert. According to Scripture, He gave them bread from heavens to eat." Jesus said to them, "I solemnly assure you, it was not Moses who gave you bread from the heavens. It is my Father who gives you the real heavenly bread. God's bread comes down from heaven and gives life to the world. Sir, give us this bread always." They besought him. Jesus explained to them, "I myself am the bread of life. No one who comes to me shall ever be hungry. No one who believes in me shall thirst again." The Gospel of the Lord. Praise to you, Lord Jesus Christ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവം പേര് ചൊല്ലി വിളിക്കുന്നതായി വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവത്തിന്റെ ഹൃദയത്തിൽ അവർക്കുള്ള സ്ഥാനം വെളിപ്പെടുത്തുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം ഓർമ്മപ്പെടുത്തുന്നതിനുമാണ് ഇപ്രകാരം പേര് ചൊല്ലി വിളിക്കുന്നത്. ഇപ്പോൾ വ്രതവാഗ്ദാനം ചെയ്യുന്ന നവസന്യാസിനികളെ നോവിസ് മിസ്ട്രസ് പേര് ചൊല്ലി വിളിക്കുന്നു. ദൈവമേ, അങ്ങനെ വിളിച്ചു, ഇതാ ഞാൻ എന്ന് നവസന്യാസിനികൾ പ്രത്യുത്തരിക്കുന്നു. അതിനുശേഷം മുഖ്യ കാർമ്മികൻ ദൈവത്തോടും അവിടുത്തെ സഭയിൽ നിന്നും എന്താവശ്യപ്പെടുന്നു എന്ന് നവസന്യാസികളോട് ചോദിക്കുകയും അതിന് മറുപടിയായി തങ്ങളുടെ സ്വർഗീയ മണവാളനായ ക്രിസ്തുവിനെ പൂർണ്ണമായ ഹൃദയത്തോടെ അനുഗമിച്ച് കാരുണ്യമാതാവിന്റെ ഈ സന്യാസന സമൂഹത്തിൽ സേവനം ചെയ്യുന്നതിനുമുള്ള അനുഗ്രഹവും കൃപാവരങ്ങളും ഞങ്ങൾ യാചിക്കുന്നു എന്ന് നവസന്യാസിനികൾ പറയുന്നു. പ്രത്യുത്തരമായി ദൈവജനം ദൈവത്തിന് നന്ദി പറയുന്നു. Sister Bridget Lucas. Lord, you have called me here. Sister Maria Nancy. Lord, you have called me here. Sister Megha Arabia Swami. Lord, you have called me here. Sister Priyadarshini Jnanaprakash. Lord, you have called me here. Sister Nimbi Anthony. Lord, you have called me here. Sister Savita Balagraj. Lord, you have called me here. Sister Sahana Balagraj. Lord, you have called me here. Sister Madhura Chandana. Lord, you have called me here. My dear sisters, what do you ask God and His Holy Church? We ask for God's merciful love and His share in the life of this religious community of Sisters of Our Lady of Mercy. Thanks be to God. His Excellency, Reverend Fathers, Sister Jerry, dear sisters, brothers, and very especially our aged sisters who are expressing their will to commit to the love of God. Actually, I was thinking to share with you a big topic
And now I try to make a nutshell of that in 2 sentences in a way with little explanation. You might have heard about the sister who was married recently, who lost her life or who entered her life in a well. Based on that, there is a girl in social media. She was speaking very critically about the sisters, especially conservative sisters. And she was explaining about the different situations of sisters who are in the convents, how they are struggling, suffering and all. And she was also mentioning about the name of Lucy Kalapurikal who left. She is at present wandering around enjoying the life and all. Now I want to share with you 2 things mainly. What the people expect from the religious. At the same time, what the religious expect from religious life, at the same time what we are supposed to do. As that girl was explaining about these things, one thing what she said, maybe we have to reflect also. It's nothing else. She was telling many of the conservative persons, especially sisters, who are in the convents, are not so happy of the life. I don't say what she said is exactly correct and wrong, but there is a truth in it. First thing, as a religious, what we have to be aware of is that we should be happy in the religious life. We should be happy in the religious life with at least a better spirituality when we compare with other people, especially the lay people. We are supposed to be happy in religious life with not minimum and better spirituality when we compare with the people outside. Because we may think the degrees that we hold, the specializations, or the achievements that we have, or the professions that we have, we may think that are enough for us to get admiration from the people. It is true that people admire you when we have all those things, but they don't take you in consideration as a real religious, a spiritual person. That we can examine also in our life based on the people who are coming to us. They come to us with different motives. Of course, there are so many who comes for some worldly things, money or whatever maybe. Whereas it is better to have a reflection on ourselves now or later. Whether all these people who come to us are just for money's sake or some other things than the spiritual things, spiritual assistance. If it is happening, there we have to question ourselves, there we have to think about ourselves. There is something that lands in our life. And secondly, what we have to expect from the religious life. What we see in religious life and how we should be. Very often we see many religious, whether it is sisters or priests, I speak in part and from the side of religious, many consider this religious life as a means of survival. The reasons can be different. In Malayalam we used to say, no, vannu poyathu kondu ninnu pogan vendi tinnu pogunu. Like that, reasons can be different. But very often, many consider or see look at the religious life as a means of survival. And it is much more dangerous when somebody sees it is as a means of survival, not only themselves but also their family. I have some examples also where some provincials were really struggling because the relatives, the parents of certain religious were asking, my daughter, my son was working for so many years in the congregation and you did not pay the salary and all. Dear friends, we should be aware that this religious life, especially what you are going to step forward, is not just for a survival of your life in the world. It is just actually for a prophecy. It is for witnessing
as a religious. That is what I said at the beginning. You should be happy, and at least you should have the better spirituality. And if you try better and deeper spirituality in the life. So what we have to do? Here, of course, you all have come here to commit yourself. And this commitment is to be seen with love, or we have to approach this commitment with love, and you should live it with the same love. You should live with the same love. For that there should be some renewal. The changes, the world is changing fastly, and we are also living in the same world. So there are some times which require some changes in our spirituality also. That we should, that renewal should take place only with the personal effort. Of course, in every congregation, the major superiors may conduct some programs, some courses, some renewal programs that may not help once the person is not interested. So a continuous renewal is to take place in the life of everyone. And that renewal primarily is to be what we saw in the gospel, that the body and blood of Jesus, that will make us new person. Every day we should have that spirit. That is why Mother Teresa, when she was even called to some different countries, the only one demand she kept forward was, I should be allowed to bring one priest with me to administer the sacrament. And wherever or whenever it was denied, she also denied to serve them. Dear friends, that continuous renewal is to be taking place in our life. Once again, I remind you, when the Second Vatican Council was taking place, it was about to begin. The Pope John 23rd, he was putting forward a question to the church. That question was this. Two questions he put forward. First question was, Church, what do you say about yourself? The second question was, Church, what do you expect from this life? So dear friends, you eight of you, when you do this profession, you are, of course, I am very sure that you are well prepared about for this profession all the way. Still, let it be a question from your part, not only now, but every day. You call your name and ask yourself, what you see, what you say about yourself in this religious life, and what you expect from this religious life. After all, the conclusion is to be this love and commitment. And we all are here to pray for you, to have a better religious life, better, lovely and committed religious life. And may God bless you, and Our Lady of Mercy may protect you throughout your life. Thank you. ഇപ്പോൾ മുഖ്യ ധാർമ്മികൻ വ്രതവാഗ്ദാനം ചെയ്യുന്ന സന്യാസിനികളോട് തങ്ങളുടെ സേവന സന്നദ്ധതയും സമൂഹ ജീവിത നിയമങ്ങളോടുമുള്ള വിശ്വസ്തതയും ആരായുന്നു. പരിശുദ്ധാമ്മ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പ്രതിച്ഛേദിച്ചതുപോലെ ദൈവത്തിന്റെ തിരുവിഷ്ടത്തിന് മുൻപിൽ നവസന്യാസിനികൾ തങ്ങളുടെ പൂർണ്ണ സമ്മതം ഏറ്റുപറയുന്നു. തുടർന്ന് മുഖ്യ ധാർമ്മികൻ വ്രതവാഗ്ദാനം ചെയ്ത നവസന്യാസിനികളെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. My dear sisters, by order and the Holy Spirit, you have already been consecrated to God's service. Are you resolved to unite yourselves mostly to Him by the new bond of religious profession? In your desire to follow Christ perfectly, are you resolved to live in chastity for the sake of the kingdom of heaven?
to choose a life of poverty and offer the sacrifice of obedience. Amen. May Almighty God grant you His grace to fulfill what you have promised. Lord, look upon these servants of yours who are resolved to dedicate their lives to you. By making profession of evangelical counsels in presence of your church today, mercifully grant that their manner of life may bring glory to your name and further your loving plan of redemption. We ask this through Christ our Lord. Amen. ഇപ്പോൾ വ്രതവാഗ്ദാന കർമ്മമാണ്. വ്രതവാഗ്ദാനം നടത്തുന്ന നവസന്യാസിനികൾ ഇന്ത്യൻ പ്രൊവിൻഷ്യനായ മദർ ജെറിയുടെ സാന്നിധ്യത്തിൽ വ്രതവാഗ്ദാനം നടത്തുകയും അതിൽ ഒപ്പുവെക്കുകയും ചെയ്യുന്നു. തുടർന്ന് മുഖ്യ കാർമ്മികൻ വ്രതവാഗ്ദാനം നടത്തിയ സഹോദരിമാരെ ദൈവത്തിനു മുൻപിൽ സമർപ്പിച്ച് ഇവരുടെ ഈ ജീവിതയാത്ര ഏറ്റവും വിശ്വസ്തയോടെ പൂർത്തിയാക്കുവാനുള്ള അനുഗ്രഹത്തിനായി ദൈവത്തോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. In the name of the Father, and of the Son, and of the Holy Spirit. I, Sister Bridget, firmly determined to consecrate myself intimately to the worship of God and to following of Christ more closely before the sisters here present. Into your hands, Reverend Mother Jerry Chiraman, Provincial Superior delegated by Anna Maria Ravella, Superior General of our Institute. I make my vows of chastity, poverty, and obedience for 1 year, according to the constitution of the Sisters of Our Lady of Mercy. I commit myself with all my heart to this family, so that with the grace of the Holy Spirit and the help of the Blessed Virgin Mary, I may be a living witness and a gift of merciful love in the Church, according to the charism of Mother Teresa of Jesus Christ, in the Chapel of Teresa Beck, Novitiate Pindu, on 28th April 2021, signed by me. In the name of the Father, and the Son, and of the Holy Spirit. I, Sister Maria Nancy, firmly determined to consecrate myself intimately to the worship of God and to the following of Christ more closely before sisters here present. Into your hands, Reverend Mother Jerry Chiraman, Provincial Superior delegated by Mother Anna Maria Ravella, Superior General of our Institute. I make my oaths of chastity, poverty, and obedience for 1 year, according to the constitutions of Sisters of Our Lady of Mercy. I commit myself, all my heart, to His family, so that with the grace of the Holy Spirit and the help of the Blessed Virgin Mary, I may be a living witness and a gift of merciful love in the Church, according to the charism of Mother Teresa of Jesus Christ. In the Chapel of Teresa Beck, Novitiate Benur, on 20th April 2021, signed by me.
Spirit. I, Sister Megha Aragyaswamy, firmly determined to consecrate myself intimately to the worship of God and to the following of Christ more closely before the sisters here present. Into your hands, Reverend Mother Teresa Amal, Provincial Superior, delegated by Anna Maria Cavella, Superior General of our Institute. I make my oath of chastity, poverty, and obedience for 1 year, according to the Constitution of the Sisters of Our Lady of Mercy. I commit myself with all my heart to this family, so that with the grace of the Holy Spirit and the help of the Blessed Virgin Mary, I may be a living witness and a gift of merciful love in the Church, according to the charism of Mother Teresa of Jesus Bank, in the Chapel of Teresa Bank Novitiate, Manu, on 20th April 2021, signed by me. In the name of the Father, and of the Son, and of the Holy Spirit. I, Sister Priyadarshini Gnana Prakash, firmly determined to consecrate myself intimately to the worship of God and to following of Christ more closely before the sisters here present. Into your hands, Reverend Mother Teresa Amal, Provincial Superior, delegated by Anna Maria Cavella, Superior General of our Institute. I make my oaths of chastity, poverty, and obedience for 1 year, according to the Constitution of Sisters of Our Lady of Mercy. I commit myself with all my heart to this family, so that with the grace of the Holy Spirit and the help of the Blessed Virgin Mary, I may be a living witness and a gift of merciful love in the Church, according to the charism of Mother Teresa of Jesus Christ, in the Chapel of Teresa Bank Novitiate, Bangalore, on 20th April 2021, signed by me. In the name of the Father, and of the Son, and of the Holy Spirit. I, Sister Mimi Anthony, firmly determined to consecrate myself intimately to the worship of God, and to the following of Christ more closely before the sisters here present. In their hands, Reverend Mother Teresa Amal, Provincial Superior, delegated by Mother Anna Maria Cavella, Superior General of our Institute. I make my vows of chastity, poverty, and obedience for 1 year, according to the Constitution of Sisters of Our Lady of Mercy. I commit myself with all my heart to this family, so that with the grace of the Holy Spirit and the help of the Blessed Virgin Mary, I may be a living witness and a gift of merciful love in the Church, according to the charism of Mother Teresa of Jesus Christ, in the Chapel of Teresa Bank Novitiate, Bangalore, on 28th April 2021, signed by me. In the name of the Father, and of the Son, and of the Holy Spirit. I, Sister Sarita Bhagat, firmly determined to consecrate myself intimately to the worship of God and to the following of Christ more closely before the sisters here present. In your hands, Reverend Mother Teresa Amal, Provincial Superior, dedicated by Mother Anna Maria Cavella, Superior General of our Institute. I make my vows of chastity, poverty, and obedience
constitution of the Sisters of Our Lady of Mercy, I commit myself with all my heart to this family, so that with the grace of the Holy Spirit and the help of the Blessed Virgin Mary, I may be a living witness and a gift of merciful love in the Church, according to the guidance of Mother Teresa of Jesus Christ, in the chapel of Teresa Beck Novitiate Manor on 20th April 2021. Signed by me. Provincial Superior, delegated by Mother Anna Maria Tavella, Superior General of our Institute. I make my vows of chastity, poverty, and obedience for 1 year, according to the Constitution of Sisters of Our Lady of Mercy. I commit myself with all my heart to this family, so that with the grace of the Holy Spirit and the help of the Blessed Virgin Mary, I may be a living witness and a gift of merciful love in the Church, according to the charism of our Mother Teresa of Jesus Christ, in the chapel of Teresa Beck Novitiate Manor on 20th April 2021. Signed by me. In the name of the Father, and of the Son, and of the Holy Spirit. I, Sister Vandana Chandana, firmly determined to consecrate myself intimately to the worship of God and to the following of Christ more closely. Before the sisters here present, into our hands, Reverend Mother Jenny Chiramel, Provincial Superior, delegated by Mother Anna Maria Tavella, Superior General of our Institute. I make my vows of chastity, poverty, and obedience for 1 year, according to the constitutions of the Sisters of Our Lady of Mercy. I commit myself with all my heart to this family, so that with the grace of the Holy Spirit and the help of the Blessed Virgin Mary, I may be a living witness and a gift of merciful love in the Church, according to the charism of Mother Teresa of Jesus Christ, in the chapel of the Teresa Beck Novitiate Manor on 20th April 2021. Signed by me. The name of the Church, I recommend you to God, that you may perfect your offering that is associated with Eucharistic sacrifice. ഇപ്പോൾ ദൈവരാജ്യത്തിനായി ലൗകിക സുഖങ്ങൾ ഉപേക്ഷിക്കുന്നതിന്റെ അടയാളമായി ശിരോവസ്ത്രവും ക്രിസ്തുവിനോടുള്ള ഐക്യത്തിന്റെയും അവിടുത്തെ നിത്യകാലം തങ്ങളുടെ ഹൃദയനാഥനായി സ്വീകരിക്കുന്നതിന്റെയും ബാഹ്യ അടയാളമായി മോതിരവും ഈ സന്യാസ സമൂഹത്തിന്റെ ബലിദാര്യൻ എംബ്ലവും കുരിശും താൻ ജീവിതത്തിൽ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നതിനായി സഭയുടെ നിയമാവലിയും നവസന്യാസികൾ മുഖ്യ കാർമ്മയിൽ നിന്നും സ്വീകരിക്കുന്നു. ഈ അനുഗ്രഹദായക നിമിഷത്തിൽ വ്രതവാഗ്ദാനം സ്വീകരിച്ച സഹോദരിമാരെ സ്നേഹചുംബനം നൽകി മദർ ജെറി ഇവരെ സഭയിലേക്ക് സ്വീകരിക്കുന്നു.
Receive this way, which proclaims that you belong to Christ the Lord and are dedicated to the service of the church. Receive this veil, which proclaims that you belong to Christ the Lord and are dedicated to the service of the church. Receive this veil, which proclaims that you belong to Christ the Lord and are dedicated to the service of the church. Receive this veil, which proclaims that you belong to Christ the Lord and are dedicated to the service of the church. Receive this veil, which proclaims that you belong to Christ the Lord and are dedicated to the service of the church. Receive this veil, which proclaims that you belong to Christ the Lord and are dedicated to the service of the church. Receive this veil, which proclaims that you belong to Christ the Lord and are dedicated to the service of the church. Receive this veil, which proclaims that you belong to Christ the Lord and are dedicated to the service of the church. Receive this ring, for you are betrothed to the eternal King. Receive this ring, you are betrothed to the eternal King. Receive this ring, for you are betrothed to the eternal King. Receive this ring, for you are betrothed to the eternal King. Receive this ring, for you are betrothed to the eternal King. Receive this ring, for you are betrothed to the eternal King. Receive this ring, for you are betrothed to the eternal King. Receive this ring, for you are betrothed to the eternal King. Receive this medallion emblem and a crucifix as a sign of belonging to this institute. Receive this rule book of this religious community and show in your whole life what you have faithfully done. Receive this medallion emblem and the crucifix as sign of belonging to this institute. Receive the whole book of this religious community and show if you, in your whole life, what you have faithfully done. Receive this medallion emblem and the crucifix as a sign of belonging to this institute. Receive this rule in
of this religious community and show in your whole life what you have faithfully done. Receive this Macedonian emblem and crucifix as sign of belonging to this institute. Receive the rule of this religious community and show in your whole life what you have faithfully done. Receive this Macedonian emblem and a crucifix as a sign of belonging to this institute. Receive the rule of this religious community and show in your whole life what you have faithfully done. Receive this Macedonian emblem and a crucifix as a sign of belonging to this institute. Receive the rule of this religious community and show in your whole life what you have faithfully done. Receive this Macedonian emblem and a crucifix as sign of belonging to this institute. Receive the rule of this religious community and show in your whole life what you have faithfully done. Receive this Macedonian emblem and a crucifix as sign of belonging to this institute. Receive the rule of this religious community and show in your whole life what you have faithfully done. വിശ്വാസിയുടെ പ്രാർത്ഥനകൾക്കായി നമുക്ക് എഴുതിയിട്ടുണ്ട്. സ്നേഹസ്വരൂപനായ ദൈവമേ, തിരുസഭ നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പയെയും കർദിനാളന്മാരെയും മെത്രാന്മാരെയും വൈദികരെയും പ്രത്യേകിച്ച് ഇന്ന് ഈ ദിവ്യബലി അർപ്പിക്കുന്ന ജോസഫ് കാരിക്കശ്ശേരി പിതാവിനെയും സഹകാർമികരെയും തിരുമുൻപിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ദൈവജനത്തെ നയിക്കാൻ വേണ്ട വിജ്ഞാനവും വിവേകവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. Loving Father in heaven, we pray for our congregation. Lord our God, you have chosen your servant, our Mother General, Mother Provincial, Superior and all the sisters and each one of us. In the house of Our Lady of Mercy, you have called us to have the life of apostles. Keep us faithful in obedience to your service. By your life and ministry, you inspire us to fulfillment of energy, good intention. Guide us in the way of salvation and keep watch over us to give ourselves entirely to you and renouncing worldly power and profit to serve you and our brethren with faithfully in the spirit of poverty and humility. For this grace we pray to you, O Lord. Lord, hear our prayer. ಪ್ರೀತಿ ಸ್ವರೂಪಿಯಾದ ಯೇಸುವೆ, ಈ ಸುದಿನವನ್ನು ಕೊಟ್ಟಿದ್ದಕ್ಕಾಗಿ ನಿಮಗೆ ಕೃತಜ್ಞತೆಯನ್ನು ಸ್ತೋತ್ರವನ್ನು ಸಲ್ಲಿಸುತ್ತೇನೆ. ತಂದೆಯಾದ ದೇವರೇ, ಈ ನಿಮ್ಮ ಮಕ್ಕಳಾದ ಸಿಸ್ಟರ್ ಬ್ರಿಜಿಟ್ ಲೂಕಸ್, ಸಿಸ್ಟರ್ ಮರಿಯಾ ನ್ಯಾನ್ಸಿ, ಸಿಸ್ಟರ್ ಮೇಘ ಆರೋಗ್ಯ ಸ್ವಾಮಿ, ಸಿಸ್ಟರ್ ಪ್ರಿಯದರ್ಶಿನಿ ಜ್ಞಾನ ಪ್ರಕಾಶ್, ಸಿಸ್ಟರ್ ನಿಮ್ಮಿ ಆಂಜನೆ, ಸಿಸ್ಟರ್ ಸವಿತಾ ಬಾಲರಾಜ್, ಸಿಸ್ಟರ್ ಸಹನಾ ಬಾಲರಾಜ್, ಸಿಸ್ಟರ್ ಮದ್ದಲೆ ಚಂದನ, ಈ ನಿಮ್ಮ ಮಕ್ಕಳಾದ ನಮ್ಮ ಸಭೆಗೆ ಕೊಟ್ಟಿದ್ದಕ್ಕಾಗಿ ನಿಮಗೆ ಕೃತಜ್ಞತೆಯನ್ನು ಸಲ್ಲಿಸುತ್ತೇನೆ. ತಂದೆಯಾದ ದೇವರೇ, ಇವರ ಮೇಲೆ ಪವಿತ್ರಾತ್ಮ ವರಗಳನ್ನು
ಹೂಮಳೆಯಾಗಿ ಸುರಿಸಿರಿ ಮತ್ತು ಅವರಿಗೆ ಒಳ್ಳೆಯ ಆರೋಗ್ಯ ಭಾಗ್ಯವನ್ನು ಕೊಟ್ಟು ದಯಪಾಲಿಸಿರಿ. ಇವರನ್ನು ನಿಮ್ಮ ಹೆಜ್ಜೆಯಲ್ಲಿ ಮುನ್ನಡೆಸಿ ಇವರನ್ನು ನಿಮ್ಮ ಪವಿತ್ರ ಹೃದಯದಲ್ಲಿ ಇಟ್ಟು ಕಾಯ್ದು ಕಾಪಾಡಿರಿ. ತಂದೆಯಾದ ದೇವರೇ, ಇವರನ್ನು ನಮ್ಮ ಸಭೆಗೆ ಕೊಟ್ಟ ತಂದೆ ತಾಯಿಗಳಿಗೆ ಕೋಟಿ ವಂದನೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತೇನೆ. ತಂದೆಯೇ, ಇವರನ್ನು ಆಶೀರ್ವದಿಸಿ ಇವರಿಗೆ ಬೇಕಾದ ಎಲ್ಲ ವರಗಳನ್ನು ಆರೋಗ್ಯ ಭಾಗ್ಯವನ್ನು ದಯಪಾಲಿಸಿರಿ. ಇವರ ಕುಟುಂಬದಲ್ಲಿ ಶಾಂತಿ ಸಮಾಧಾನವನ್ನು ಮತ್ತು ಪ್ರೀತಿಯನ್ನು ಕೊಟ್ಟು ಇವರನ್ನು ನಿಮ್ಮ ಸನ್ಮಾರ್ಗದಲ್ಲಿ ಮುನ್ನಡೆಸಿರಿ. ಅರಸರೆಂದು ನಾನು ప్రార్థిಸುತ್ತೇವೆ. ఓ కరుణామయ, మేము ఇక్కడ ఈ సమయమందులో ఎవరైతే అనేక వ్యాధులతో బాధపడుతున్నారో వారి కోసం ప్రార్థిస్తున్నాము. ఓ దయగల ప్రభువా, నీ చేతితో వారిని తాకి స్వస్థపరచండి. ముఖ్యముగా ఎవరైతే కరోనా వైరస్తో బాధపడుతున్నారో వాళ్ళని కాపాడండి. ఈ కరోనా వైరస్ని ఈ లోకము నుండి తుడిచి వేయండి. వాళ్ళకు ఆరోగ్య ప్రసాదించండి. உயிர்ப்பின் ஆண்டவராமே இறைவா, உம் உயிர்ப்பு நிகழ்ச்சியில் பங்குக்காரர்கள் இந்த சபையில் இறந்து போன எம் சகோதர சகோதரிகளும் உம் பாதத்தில் சமர்ப்பிக்கிறோம். கருணை நிறைவா, உம் கருணை அவர்கள் மேல் பொழிந்து அவர்கள் செய்த தொற்றுகளை மன்னித்து உம் பேரன்பு வீட்டில் சேர்த்து கொள்ள வேண்டும் என்று ஆண்டவரை உம்மை மன்றாடுகிறோம். നമ്മുടെ രാജ്യത്തും ലോകം മുഴുവനും പടർന്നു പിടിക്കുന്ന ഈ കോവിഡ് മഹാമാരിയെ ശമിപ്പിക്കാൻ നമുക്ക് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാം. നമ്മുടെ കാലഘട്ടത്തിൽ നാം ഈ വിധത്തിലുള്ള വലിയൊരു പകർച്ചവ്യാധിക്ക് അടിപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വലിയൊരു ദുരന്തം പോലെ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ദുരന്തത്തിൽ സാധാരണ ജനം മാത്രമല്ല, മിഷൻ പ്രവർത്തനം നടത്തുന്ന വൈദികരും സിസ്റ്റേഴ്സും എല്ലാം ഇതിൽ മരിക്കുന്നുണ്ട്. ഇറ്റലിയിൽ ഒരുപാട് വൈദികരുടെ മരണം നമ്മൾ കേട്ടു. ഇന്ന് ഗുജറാത്തിലുള്ള റിപ്പോർട്ടിൽ പറയുന്നത് 7 അച്ഛന്മാർ അവിടെ മരിച്ചു. 3 പേര് കേരളത്തിൽ നിന്നുള്ളവരാണ്. ബാക്കിയുള്ളവർ അവിടെ പരിസരത്തു നിന്നുള്ള വൈദ്യർ തന്നെയാണ്. ജനസീറ്റ് സഭാംഗങ്ങളും CMI സഭാംഗങ്ങളും അതിൽ പെട്ടിട്ടുണ്ട്. അച്ഛന്മാരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ചവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരെയും പ്രതി സഭയിൽ നമ്മുടെ അംഗങ്ങളെയും ഓർത്ത് നമുക്ക് അപേക്ഷിക്കാം. ദാരിദ്ര്യവും വേദനയും കഷ്ടതയും എല്ലാം വർദ്ധിക്കുമ്പോൾ നമുക്ക് ആശ്വസിപ്പിക്കാനും അത് മുറിവുണക്കാനും മരണത്തെ ഭയപ്പെടാതെ അതിന് കൂടെ ആയിരിക്കാനും സാധിക്കേണ്ട ഒരു വലിയ കടമ ഇപ്പോഴുണ്ട്. അതിനെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രദ്ധിക്കുക, ജനങ്ങളെ സേവിക്കാനുള്ള ആ വലിയ നമ്മുടെ കർത്തവ്യത്തിൽ നിന്ന്, കടമയിൽ നിന്ന് ഒരിക്കലും നമ്മൾ ഒഴിഞ്ഞു മാറാതിരിക്കുക. ചിലപ്പോൾ നമ്മൾ മാത്രമേ അവരെ താങ്ങാനുണ്ടാവൂ. എല്ലാതുപോലെ തന്നെ കോവിഡ് രോഗികളെ കൊണ്ടുപോകാനും മരിച്ചവരടക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ട് നമ്മുടെ ഉള്ളിലടക്കം. അവർക്കെല്ലാം വേണ്ടി നാം കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക. സ്നേഹിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം വേണ്ടി സമർപ്പിക്കുന്നു. വിവിധ ഭാഷകളിലും വിവിധ ദേശങ്ങളിലും സുവിശേഷം പ്രസംഗിക്കാൻ വിളിക്കപ്പെട്ടവരാണല്ലോ ഞങ്ങളെന്ന് ഇന്നത്തെ വിശ്വാസികളുടെ പ്രാർത്ഥന ഞങ്ങൾ ഓർപ്പിക്കുന്നു. അതിർത്തികളില്ലാതെ സുവിശേഷം പ്രസംഗിക്കാൻ, ഇടവപ്പാട് പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ, ഭൂമിയുടെ അതിരുകൾ വരെ സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾ അയക്കപ്പെട്ടിരിക്കുന്നു.
ഈ ബോധ്യം ഞങ്ങൾക്ക് സഹായിക്കണമേ. ആമേൻ. സഹോദരരെ, എൻ്റെ നിങ്ങളുടെ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവേ, സന്യാസവർഗ വാഗ്ദാനത്തിൻ്റെ ആരംഭം ആഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ അവയ്ക്ക് അർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങളും പ്രാർത്ഥനകളും അങ്ങ് സ്വീകരിക്കുകയും അങ്ങ് ദാസരുടെ പ്രഥമ ആത്മബലി അങ്ങേ കൃപയാൽ പരിപോഷിപ്പിക്കപ്പെട്ട്
സമൃദ്ധമായ ഫലങ്ങളായി പരിണമിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കും ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. കന്യകയിൽ നിന്ന് നിർമ്മല പുഷ്പം പോലെ ഉത്ഭവിച്ച് അവിടുന്ന് നിഷ്കളങ്ക ഹൃദയങ്ങൾ അനുഗ്രഹീതരാണെന്ന് അരുളി ചെയ്യുകയും തൻ്റെ ജീവിത രീതിയിലൂടെ കന്യത്വത്തിൻ്റെ മഹനീയത പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങേ തിരുവുള്ള നിറവേറ്റുന്നതിൽ സദാ ദത്തസക്തനായി അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി മരണത്തോളം കുരിശുമരണത്തോളം അനുസരണയുള്ളവനായി തീർന്നുകൊണ്ട് തന്നെ പരിപൂർണവും പ്രീതികരവുമായ ബലി അങ്ങേക്ക് അർപ്പിക്കാൻ തിരുവുള്ളമായല്ലോ. ഭൂമിയിൽ അങ്ങയെ പ്രതി സർവവും പരിത്യജിക്കുന്നവരെ അങ്ങേ മഹിമയുടെ നിസ്തുല സേവനത്തിനായി അവിടുന്ന് പ്രതിഷ്ഠിക്കുകയും സ്വർഗത്തിൽ അക്ഷയത്തി അവർ കണ്ടെത്തുകയുമെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ പരാക്രമന്മാരുടെയും വിശുദ്ധരുടെയും ഗണത്തോട് ചേർന്ന് അങ്ങേ അനുവരണം പ്രയത്നിച്ചുകൊണ്ട് അഭിരാമ സ്തുതിഗീതങ്ങൾ ഞങ്ങൾ ആലപിക്കുന്നു. സത്യമായി പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങൾ സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു.
എന്നുള്ളതാണ് അങ്ങേ പുത്രനും ജഗകർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചവും ജയിപ്പിക്കുകയും ഭൗത്തികരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ബലി അങ്ങ് നാമത്തിൽ അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ നിർമ്മിച്ചു കൊണ്ടുവന്നില്ലെന്ന് അങ്ങ് നിർമ്മിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശദീകരിക്കാനായി നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുവനന്തപുരം കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങ് ദൈവപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ ഈ കൽപ്പന അനുസരിച്ച് ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആസ്വദിച്ച് മുറിച്ച് തൻ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴങ്ങളിൽ പാനപാത്രമെടുത്ത് അങ്ങേക്ക് ഉയർത്തി പ്രകാശിപ്പിച്ചുകൊണ്ട് ആസ്വദിച്ച് തൻ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങളെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങയുടെ ബന്ധുവരെ അങ്ങയുടെ വചനം പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ കരുണയെ പറയുന്നു. ആകയാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മരണവും മകനുമായ ഉയർപ്പും ശ്രീകാരവും ഓർത്തുകൊണ്ടും അവിടുത്തെ ഈ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാലനവുമായി ഈ ബലി ഹൃദയത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തിരുക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച് പരിവശത്ത് അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരുടെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞാൻ ക്രിസ്തുവിന്റെ ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ.